ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതാ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ, വെയിലൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് കുറച്ചധികം തിരക്കുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം പറഞ്ഞാൽ നമുക്കിന്ന് ഒരുപാട് പേര് പണിക്കുണ്ട്. കാരണം നമ്മുടെ അടുത്ത സെക്ഷൻ ഏലക്കയൊക്കെ നമ്മൾ പറിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കാപ്പിക്കുരു പറിക്കലും ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ തീർത്താലേ നമുക്ക് അടുത്ത പണികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഓരോരോ പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നോക്കി നമ്മുടെ ഡയാന അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റാട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പോൾ കാറ്റുകാലമൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇവിടെ നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നമ്മുടെ ഇവിടെയും ക്ലൈമറ്റ് നല്ല തണുപ്പായി തുടങ്ങും കേട്ടോ. വീണ്ടും നമ്മുടെ ആവണിക്കുട്ടി നീച്ചിട്ടില്ല, ആൾ നല്ല ഉറക്കാണ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം. കുറേ പണികളുണ്ട് കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും തീ പിടിപ്പിച്ചിട്ടൊന്നുമില്ല. നമുക്ക് തീ പിടിപ്പിച്ചിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം. കാരണം കുറേ ചേച്ചിമാരൊക്കെ പണിക്കുണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ കാലത്തിൽ വെച്ചാലൊന്നും പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ വലിയ കാലത്തിലാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും പോയിട്ട് തീയൊക്കെ ഒന്ന് പിടിപ്പിക്കട്ടെ. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ തീയൊക്കെ പിടിച്ച് കിട്ടാൻ നല്ല പാടാട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചധികം സമയം എടുക്കുമായിരിക്കുന്നു നമ്മൾ തീ പിടിക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെ നമ്മൾ വാര വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ എത്ര വാര വെച്ചാൽ പോലും അത്രയും നല്ല തണുത്തും മരിക്കുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ടായാലും നമുക്ക് പിടിപ്പിക്കാതിരുന്നിട്ട് ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ട് തീയൊക്കെ ഒന്ന് കത്തിക്കണം. അതേപോലെ തന്നെ ചായ വെക്കാണ്ട് നമ്മുടെ ആവണിക്കുട്ടി ഉറക്കത്തിൽ തന്നെ അടപ്പം അവൾക്ക് കിടന്ന് ഉറങ്ങിയിട്ട്. അപ്പോൾ നേരം വെളുത്ത് വരുന്നില്ലല്ലോ, അത് ടൈമും ആയിട്ടില്ലല്ലോ. ഈ ഒരു തണുപ്പും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ നീക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കിടക്കുവാണെങ്കിൽ അത്രയും നേരം ആളിങ്ങനെ ഒതുങ്ങിയിരിക്കുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ നീച്ച് കഴിഞ്ഞാൽ നേരെ ഓടിച്ചാടി തണുപ്പൊന്നും ആൾക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ സെറ്റൊക്കെ ഇട്ടെടുത്തിട്ട് അങ്ങനെ കിടക്കണം. അപ്പോൾ എന്തായാലും ആൾ കിടന്ന് ഉറങ്ങുന്നത് ആദ്യം തന്നെ നമ്മൾ ഡയാനെ തുറന്നു വിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾ നമുക്കിവിടെ ചെവിതല കേൾപ്പിക്കില്ല. അപ്പോൾ രാവിലെ കുറച്ച് നേരം നമ്മൾ തുറന്നു വിടും. നമ്മൾ നോട്ടെത്തുന്ന രീതിയിൽ ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു. നമ്മൾ കൂട്ടി കയറ്റുന്നത് നമ്മളിവിടെ നിൽക്കും കേട്ടോ. അതിന് ശേഷം കൂട്ടി കയറ്റിയിട്ട് വേറെ പണിക്കൊക്കെ പോകും. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് നമ്മുടെ ഡയാനേനെ തുറന്നു വിടട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. വരുവാ അവളെ നമ്മൾ രാവിലെ അയച്ചു വിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെവിതല കേൾപ്പിക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കട്ടെ. പോയിട്ട് വരണം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ആൾ പോയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് നടക്കട്ടെ. അതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കൂട്ടി കയറ്റാം. എന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡയാന വരുന്നവരെന്തായാലും എനിക്ക് മുറ്റത്തിൽ നിന്ന് കയറൽ നടക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ വരുന്നവരെ എനിക്ക് മുറ്റത്തിൽ നിന്ന് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് ചപ്പുണ്ട് കേട്ടോ മുറ്റത്ത്. കാരണം ഇപ്പോൾ നല്ല കാറ്റൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ കാറ്റുള്ളതിൻ്റെ ആ ഒരു രീതിയിൽ കുറച്ച് ചപ്പും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഫ്രണ്ടിലുള്ള ചെറിയ ചെറിയ മരങ്ങളുടെയൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി ഇടണം. പിന്നെ നമ്മുടെ ഗാർഡനിലുള്ള പുല്ല് പറിക്കാൻ കുറേ ഉണ്ട്. അപ്പോൾ എന്നാലും അത് ഞാൻ എന്തായാലും വൈകാതെ തന്നെ പറിക്കേണ്ടി വരും. അതായത് നമുക്ക് ഒരുപാട് വലിയ ടാസ്ക് ആയിട്ട് അത് മാറും. അപ്പോൾ അതായത് നോക്കി അങ്ങ് പോയിരിക്കുവാണേ. കിട്ടിയ ക്യാപ്പിൽ എവിടെ വേണമെങ്കിലും പോകട്ടെ. അപ്പോൾ ഇവിടെ തന്നെയാണ് എൻ്റെ നോട്ടം എത്തുന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും ഞാൻ അവിടെ വരുമ്പോഴത്തേനും പെട്ടെന്ന് അടിച്ചു കാണട്ടെ. ചപ്പുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് അടിക്കാൻ വേണ്ടിയിട്ട്. കാരണം വേറൊന്നുമല്ല, ഈ കാറ്റിൻ്റെ തന്നെയാണ്. നമുക്കിപ്പോൾ കുറച്ചായാലേ ഉള്ളൂ കാറ്റൊക്കെ നല്ലതായിട്ട് തുടങ്ങിയിട്ട്. ഇതൊന്നൊരു ഒരാഴ്ച കഴിഞ്ഞു കിട്ടും ഇതേപോലെ ഇങ്ങനെ കാറ്റ് തുടങ്ങിയിട്ട്. ഇത് പോവാണോ? അങ്ങനെ എന്തായാലും രാവിലെ തന്നെ ഏട്ടൻ ഇതാ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടേ. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്ന് അടിച്ചു വാരട്ടെ. കാരണം അടിച്ചു വാരി തീർന്ന് നമ്മൾ ഡയാനൊന്ന് കൂട്ടി കയറ്റിയിട്ട് വേണം നമുക്ക് പോയിട്ട് ബാക്കിയുള്ള എല്ലാ പരിപാടിയും ഒന്നേന്ന് തുടങ്ങാൻ വേണ്ടി. വെയിലിതാ ചെറിയ രീതിയിലൊന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടേ. എന്നാലും ഇനി കുറച്ചധികം നേരം തണുപ്പ് തന്നെയായിരിക്കും കേട്ടോ എത്ര വെയിൽ വന്നാലും. കാരണം ചെറിയ രീതിയിലൊന്ന് നേരം വെളുപ്പിങ്ങനെ വരുവാണല്ലോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അവളിതാ റോട്ടിൽ കൂടെ പോയിരിക്കുവാണേ. ദൂരേക്കൊന്നും അങ്ങനെ പോകുന്നില്ല, വിട്ടേൻ്റെ സന്തോഷത്തിലാട്ടോ. അപ്പോൾ നമ്മൾ അയച്ചു വിട്ടിരിക്കുകയാണല്ലോ കുറച്ച് നേരം. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ ഓടി കളിക്കുകയാണ്. പിന്നെ ഈ ഒരു ടൈമിൽ അങ്ങനെ വേറെ പട്ടികളൊന്നും വരാറില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വലിയ സീനൊന്നുമില്ല. എന്നാലും നമ്മൾ അയച്ചു വിട്ട് കഴിഞ്ഞാൽ
എന്തായാലും കൂട്ടി കയറ്റുന്നവരെ കുറച്ച് നേരം അവിടെ നിൽക്കാറുണ്ട് കേട്ടോ. ഇന്നിനിപ്പോൾ എന്തായാലും ഞാൻ മിറ്റടി കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറ്റുന്നുള്ളൂ കേട്ടോ ആളെ കൂട്ടിൽ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം പുറത്തുണ്ടാകുമല്ലോ. അപ്പോൾ ആ സമയം വരെ ആൾക്ക് ഇങ്ങനെ പുറത്തു കൂടെ നടക്കുകയാണെങ്കിൽ അതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊഞ്ചാനും നല്ല ഇഷ്ടമാണ്, അതുപോലെ ഇങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കാനും നല്ല ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നോട്ടെത്താത്ത സമയത്തൊന്നും അങ്ങനെ അയച്ചു വിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ എപ്പോഴും ഒന്നും അയച്ചു വിടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മിറ്റടി കഴിയുന്നവരെ ആൾ നടക്കട്ടെ. എനിക്ക് ഇവിടെ കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഇലകളൊക്കെ പൊഴിഞ്ഞ് വീണ്ടത് നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിൽ നിന്നും പാറി വരാറുണ്ട്. അതേപോലെ തന്നെ അല്ലാതെ നമ്മുടെ ഇവിടെ വീടിൻ്റെ സൈഡിൽ കൂടെ കുറേ മരങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇപ്പോൾ കാറ്റുകാലം കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ കുറേ ഇലകളൊക്കെ തന്നെ പൊഴിഞ്ഞ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ മിറ്റടിക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി രാവിലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കാക്ക കരയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ലേ. കുറേ കാക്കകൾ ഒരുമിച്ച് വന്നിട്ട് നല്ല ബഹളാട്ടോ. അപ്പോൾ കാക്ക കരഞ്ഞു കഴിഞ്ഞാൽ ആരോ വിരുന്ന് നമ്മൾ പണ്ട് മുതലേ പറയുന്നൊരു ഇതാണല്ലോ. അപ്പോൾ ഇന്നാരാണാവോ നമുക്ക് വിരുന്നുകാരുള്ളത് കേട്ടോ. കുറേ കാക്കകൾ ഒരുമിച്ച് കരയുന്നുണ്ടേ. അപ്പോൾ എന്തായാലും വിളിക്കാതെ നമ്മുടെ ഡയാന ഓടി വന്നിട്ടുണ്ട് കേട്ടോ ആളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ മിറ്റടിക്കൽ കഴിഞ്ഞപ്പോൾ എന്തായാലും പോയിട്ട് ഡയാനെ കൂട്ടിക്കയറ്റിയിട്ട് ബാക്കി പരിപാടിയൊക്കെ കാണും. അപ്പോൾ ആദ്യം ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ മിറ്റടിക്കാൻ കുറച്ചുണ്ട് കേട്ടോ. മിറ്റമൊക്കെ എല്ലാവരും അടിച്ച് നാലോരൊക്കെ അടിച്ച് വരുമ്പോഴത്തേനും നമ്മളൊന്ന് ടയേർഡാവട്ടെ. എന്തായാലും പോയിട്ട് ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ കാണാം. നോക്കി പോരാട്ടോ അവൾക്ക് നടന്നതായത്. അപ്പോൾ ഇതാ പൂച്ചെടിയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇപ്പം അടുത്ത ബഹളം ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മുടെ ഡയാനയും ഇതാ കൂട്ടി കയറ്റാൻ വേണ്ടി പോവാണേ. എന്താ കുറേ നേരം കളിച്ചല്ലോ, ഓടി കളിച്ചിട്ട് കിടക്കുവാട്ടോ ആളെന്തായാലും. അതാ നമ്മുടെ ആവണിക്കുടി നീച്ചു വിട്ടു. അപ്പത്തേനും ആവണിക്കുടി നീച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാ നമ്മളെ നോണി വാടി. ഡയാന ഡയാന എവിടെ ഡയാന എവിടെ? ആൾക്കങ്ങനെ ഡയാനെ പേടിയൊന്നും ഇല്ല കേട്ടോ. നല്ല സ്നേഹപ്രകടനാണ് ഡയാനയുടെ അടുത്ത്. ആൾ ഇങ്ങോട്ട് വന്ന് ഉപയോഗിക്കും കേട്ടോ ഡയാന. കുട്ടിക്കയറ്റം നമുക്ക് വിളേ കുറേ നേരം ഞാൻ അയച്ചു വിട്ടിട്ട്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഹായ് പറ. ഹായ് 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 പറ. എണീച്ച് വന്നല്ലേ ഉള്ളൂ. അപ്പം ഒരാളുടെ മൂടൊക്കെ ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്കിനി പോയിട്ട് ചായ വയ്ക്കാം. അപ്പം എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി ഡയാന നേരെ ഓടി സിറ്റൗട്ടിൽ കയറിയായിരുന്നു ഒരു വട്ടം. അവിടെ പോയിട്ട് നമ്മുടെ ഞാൻ വാതിലടച്ചിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് 2-3 തട്ട് കെട്ടി. ഞാൻ അങ്ങനെ നീച്ചതാണോ എന്നറിയില്ല ആവണിക്കുട്ടി. എന്തായാലും ഞാൻ വാതിലൊക്കെ ചെറുതായിട്ട് ചാരിയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തോ അറിയില്ല ആവണിക്കുട്ടി ഇത്ര വീട്ടിൽ നീക്കുന്ന അമ്മ വിചാരിച്ചതേ ഇല്ല കേട്ടോ. കാരണം നല്ല ഉറക്കമായിരുന്നു. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ വാതിലൊക്കെ ഒന്ന് ചാരിയിട്ടിട്ട് വന്നായിരുന്നു. ഒരാൾ നീച്ചു. കുഴപ്പമില്ല. വെയിലും ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഡയാന ബാ. നോക്കി ആൾക്ക് ഇങ്ങനെ നടന്ന് മതിയായിട്ടില്ല കേട്ടോ. കൂട്ടി കയറുന്നത് യാതൊരു മനസ്സില്ല കേട്ടോ. ഇങ്ങനെ നടക്കുവാണേ. എന്തായാലും ഇനി കയ്യാലെ പിടിച്ച പിടിയാലെ കൊണ്ടോട്ടെ. പിടിച്ച പിടിയാലേ നമുക്ക് കയ്യോടെ അങ്ങ് കൊണ്ടുപോകാം ആളേന്ന്. ഡയാനെ കൊണ്ടുപോകാം അല്ലേ? ആ ഓക്കെ. നമ്മുടെ ആവണിക്കുട്ടി ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനപ്പുറം ഇല്ലല്ലോ. അതുകൊണ്ട് ഇതാ ഇനി ഇവിടെ കിടന്നോ കേട്ടോ. ഈ ഒരു വെയിലെന്തായാലും വൈകുന്നേരം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡയാനെ ഒന്ന് കുളിപ്പിക്കും കൂടി ചെയ്യാം. അങ്ങനെ ഇതാ ആളെ കൂട്ടി കയറ്റിയിട്ടുണ്ട്. ഇപ്പം എന്നാലും നമ്മൾ ഞാൻ അവിടെ നിൽക്കട്ടെ. നമുക്കിനി നമ്മുടെ പരിപാടിയിലേക്ക് ഇറക്കാം. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകണം. കുറച്ച് നേരത്തെ ചായ കുടിക്കുന്നു വിചാരിച്ചാണ്. പക്ഷെ നമ്മുടെ ആവണിക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് നീച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആവണിക്കുട്ടി നീച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഡയാനയുടെ പുറകെ കുറച്ച് നേരം നടന്ന് അങ്ങനെ എന്തായാലും കുറച്ചധികം ടൈം ആയിട്ടോ. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണ് നമ്മൾ തീ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ മട്ടരി ആയതുകൊണ്ട് തന്നെ സമയം ഒരുപാട് എടുക്കും കേട്ടോ അത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തീയൊന്നും പിടിപ്പിച്ച് അരിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സമയത്തിന് ഫുഡൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പം തന്നെ പിന്നെ ചായക്ക് പിന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടി പോയിട്ട് തീ പിടിപ്പിച്ചിട്ട് ആ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തുവിടും നമ്മൾ തീ പിടിപ്പിക്കാൻ. കാരണം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എന്തായാലും അപ്പോൾ കുഴപ്പമൊന്നുമില്ല. തീയൊക്കെ കത്തുന്നുണ്ട്. നമ്മുടെ ആവണിക്കുട്ടി അവിടെ ഉണ്ട് കേട്ടോ. ആൾക്ക് ചായ കൊടുത്തിട്ട് രാവിലത്തിന് വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുവാണേ. അപ്പോൾ ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് ബാക്കി പണിയൊക്കെ നോക്കാമെന്ന് വെച്ചിട്ടാണ്. നേരത്തെ അപേക്ഷിച്ച കുറച്ചുകൂടി നല്ല ഫോഴ്സ് തന്നെ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും അന്ന് വെയിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം രാവിലെ ഒരു വെയിലൊക്കെ ഉണ്ട്. പറയാൻ പറ്റാണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട്. ഇന്നലെയൊക്കെ നമുക്കൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതായിട്ട് നല്ല മഴ പെയ്ത്. കാരണം രാവിലെയൊക്കെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയിട്ട് പിന്നെ പെട്ടെന്നായിട്ടൊരു മഴ പെയ്ത് തവള കരി അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ അറിയില്ല. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഏലക്ക പറിക്കലിൻ്റെ പണിയാട്ടോ നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി. പിന്നെ കാട് കെട്ടിലങ്ങനെ കുറച്ചുണ്ട്. മെയിൻ പരിപാടി നമ്മുടെ ഏലക്ക പറിക്കൽ തന്നെയാണ്. അപ്പോൾ മഴ ഇല്ലാതിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് പറിക്കാൻ വേണ്ടി പറ്റും. കാരണം മഴയൊക്കെ ആകുമ്പോൾ കുറച്ച് തിട്ടായിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് മേൽഭാഗത്തൊക്കെ ആയിട്ട് പറിക്കാനുള്ളത് കുറച്ച് എന്താ പറയുക കുന്ന് പോലുള്ള ഏരിയയൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ ഇറങ്ങാനൊക്കെ പാടായിരിക്കുമല്ലോ ഈ ഒരു ബക്കറ്റൊക്കെ തൂക്കിയിട്ട്. അപ്പോൾ അറിയില്ല, നമുക്ക് മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നോക്കാം എന്തായാലും മഴ പെയ്താലും നമുക്ക് എന്തായാലും പറിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് അപ്പോൾ ഏകദേശം മൂത്ത് തുടങ്ങിയല്ലോ, ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വ്ളോഗൊക്കെ എടുക്കാം. എന്താണ് പൊന്നാ ചായ വേണ്ട? അത് അവിടെ നോക്കി ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഒരു ചായ കുടിച്ചേ. ചായ വേണ്ട മതിയോ?
നമുക്കാണെങ്കിൽ ഇവിടെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്ത് പൂച്ച പ്രസവിച്ചിട്ട് അതിനൊരു 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ആ കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിതാ ഇപ്പൊ പ്രസവിച്ചിട്ട് വീണ്ടും അതിലിപ്പോ നമുക്ക് 3 കുഞ്ഞുണ്ട്. അപ്പൊ നമ്മുടെ ആവണിക്കുട്ടി ഇപ്പൊ രാവിലെ നീച്ച് കഴിഞ്ഞാൽ അവരെ നോക്കാൻ പോലും അങ്ങനെയൊക്കെ ആട്ടോ. അപ്പൊ ആള് കഴിഞ്ഞ പ്രാവശ്യം പൂച്ച പ്രസവിച്ച സമയത്ത് അവൾക്ക് അതൊക്കെ കാണാന്നല്ലാതെ അവൾക്ക് അങ്ങനെ അതിനോട് വലിയൊരു ഇതുണ്ടായിരുന്നല്ലോ. ഇപ്പൊ കുട്ടിയുടെ ഒരു പ്രായതാണല്ലോ. അപ്പൊ പിന്നെ പോയി എടുക്കാനുള്ള ഒരു ക്രൈസും അതേപോലെ തന്നെ എന്നെ കൂടെ കളിക്കാനൊക്കെ നല്ലതാട്ടോ. അതുകൊണ്ട് രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പോയി അവരെ നോക്കും. അപ്പൊ എന്തായാലും നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങളെ കഴിച്ച് കാണിച്ചു കൊടുക്കുവോ? എത്ര ഉണ്ട്? ഒന്നൊന്നുമല്ല 3. ഞാവിന് എത്ര കുഞ്ഞിൻ്റെ പറഞ്ഞു കൊടുത്തേ? എവിടെ നോക്കി പറഞ്ഞു കൊടുത്തേ? ആളോടിട്ടോ. അപ്പൊ ഇതാണ് ചായ കുടിച്ച് നമ്മുടെ ബാക്കി പണികളൊക്കെ ചെയ്യാം. വേണോ? മതിയോ? ഇവിടെ കുടിക്കി. രാവിലെ കുട്ടിക്ക് കുറെ പണികളുള്ളതല്ലേ. എനർജി ഡ്രിങ്ക് ആണ് അല്ലേ? മതിയോ? പിന്നെ ഇതിങ്ങനെ കാണിക്കണേ. പാൽ ചായനോടെ വലിയ താല്പര്യമില്ല കേട്ടോ. കട്ടൻ ചായ ആണെങ്കിൽ ആള് പിന്നെയും കുടിക്കും. പിന്നെ നിർബന്ധിക്കുമ്പോൾ കുറച്ച് കുടിക്കും, അത്രേ ഉള്ളൂ. എടീസ് എന്തിരി പെണ്ണെ അവിടെ വെക്കാനോ? അവിടെ വെച്ച കളയാതെ കുടിക്കുവോ? അപ്പം എന്തായാലും ഞങ്ങൾ ചായ കുടിച്ചിട്ടേ ഞങ്ങളുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കട്ടെ കേട്ടോ. അതുകൊണ്ട് ഈ ടൈം പോണതേ അറിയില്ല കേട്ടോ. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അരി ഇടാം. ഇത് 4-5 വെള്ളത്തിൽ കഴുകിയതാട്ടോ. ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലൊക്കെ ആയിട്ട് പോയിട്ട് അരിയിട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് തോരനെ പയറാണ്ടോ, അതായത് പച്ചപ്പയർ. അപ്പോൾ പച്ചപ്പയറിൻ്റെ കൂടെ ഞാൻ കുറച്ച് കായൂടി ഇട്ടിട്ട് വെക്കാനാട്ടോ വിചാരിക്കണത്. നമ്മുടെ നേന്ത്രക്കായ ഉണ്ടല്ലോ. അപ്പോൾ അത് എന്തായാലും നേന്ത്രക്കായ നമ്മുടെ ഇവിടെ എടുത്തതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറമ്പിൽ പോയിട്ട് എടുക്കാറുണ്ട്. എന്തെങ്കിലും പോലെ കാണാതിരിക്കില്ല കേട്ടോ. എവിടെയെങ്കിലൊക്കെ പൊട്ടി വീണതൊക്കെ ഇടും. എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ കിട്ടുമായിരിക്കും. നമുക്കൊരു 3-4 കായ് മതിയല്ലോ. എന്തായാലും ഒന്ന് പോയി എടുക്കണം. അതിന് മുന്നായിട്ട് ഇപ്പം എന്തായാലും അവർ വരണ്ട. എടുക്കാം. രാവിലെ തന്നെ നമുക്ക് കറി വെക്കാൻ പോണ സംഭവം എടുത്തുകൊണ്ട് ആള് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ എടുക്കാത്ത അടുത്ത പിന്നെ കുമ്പളങ്ങ കേട്ടോ. ആള് എടുത്തുകൊണ്ട് കിടക്കുവാണേ. അപ്പോൾ മോരേറി വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുമ്പളങ്ങ ഇട്ടാണ് നമ്മൾ മോരേറി വെക്കുന്നത്. എന്നാലും അതിന് മുന്നായിട്ട് ഞാൻ പോയിട്ട് കായ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ കായ എടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ചെയ്യാൻ നമ്മുടെ ചേച്ചിമാർ വരാനുള്ള ഒരു ടൈം ആയി തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്തായാലും അവർക്ക് കുടിക്കാനുള്ള വെള്ളം കുപ്പിയിലാക്കി വെക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചാക്ക് എടുത്ത് കൊടുക്കലും വെള്ളം എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് ടൈം ആവുമല്ലോ. എന്തായാലും വെള്ളം ആക്കി വെച്ച നേരെ അവർക്ക് എടുത്തിട്ട് പോയാൽ മതിയല്ലോ. വെള്ളം ബക്കറ്റ് ചാക്ക് അങ്ങനെ എന്തായാലും അവർക്ക് എന്തോ പാറ്റ ആട്ട അതിനൊക്കെ നല്ല പേടിയാട്ടോ. അതിനെ കണ്ടെങ്കിൽ ഇമ്പി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓടുവേ. അപ്പോൾ എന്തായാലും അവർ വരുന്നതിന് മുன்னாടി ഇങ്ങനെ എന്തായാലും ചാക്കും ബക്കറ്റും വെള്ളം എല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി കേട്ടോ. അതിന് ശേഷം കാണാം. ഒരു ബോട്ടിൽ വെള്ളം നമ്മളത് ഓൾറെഡി ആക്കി കഴിഞ്ഞിട്ട് നമ്മളത് 2ാമത്തെ ബോട്ടിലാണ് വെള്ളം ആക്കിക്കൊണ്ടിരിക്കുന്നത്. മഴയാണെങ്കിൽ പിന്നെ അവരതിങ്ങനെ വെള്ളം കുടിക്കില്ല. അപ്പം ഇപ്പോൾ രാവിലെ വെയിലൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പണിയെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെള്ളം താഴ്ത്തിയല്ലോ. നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടോ നമ്മുടെ പറമ്പിലേക്ക് പോവുകയാണേ. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം കാണാതെ ഇരിക്കില്ല കേട്ടോ. നമ്മൾ എപ്പോൾ പോലും എവിടെയെങ്കിലും ഒരുപാട് മൂക്കാത്തൊക്കെ ആയിട്ടുള്ള കൊലകളൊക്കെ പൊട്ടി വീണതായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ നല്ല വെയിലായിട്ട്. കാരണം ഇവിടേക്ക് നമ്മൾ പൊതുവെ നമ്മുടെ ഇവിടെ ഇലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് തെളിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല വെയിൽ വരെ കണ്ണി കുത്തുന്നുണ്ട് കേട്ടോ വെയിൽ. നമ്മളതേപോലെ ഒരു കൊല കണ്ടുപിടിച്ചിരിക്കേണ്ടതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വെയിലിൻ്റെ ഫോഴ്സിൽ എനിക്ക് ഫോണിലേക്ക് നേരെ നോക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അത്രയും കണ്ണിലേക്ക് കുത്തുന്ന ടൈപ്പിലുള്ളൊരു വെയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് മൂത്തിട്ടൊന്നുമില്ല. ഇത് തന്നെ നമുക്ക് ധാരാളം കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഒന്ന് വെട്ടിയെടുക്കട്ടെ. അങ്ങനെ ഈ കത്തിയാണ് കേട്ടോ എടുത്തത്. നമുക്ക് മൊത്തമായിട്ട് തന്നെ എടുക്കാം. കാരണം ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ എടുക്കുവാണെങ്കിൽ. ഇതാ ഗൈസ് നമ്മൾ കൊലയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ പോവുകയാണ്. കാരണം നമ്മുടെ ആവണിക്കുട്ടി നെയ്ച്ചിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആളെ ഞാൻ ഒരു വിധത്തിൽ അവിടെ ഇരുത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബിസ്ക്കറ്റിനൊക്കെ എന്താക്കി കഴിച്ചോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും പോവാട്ടോ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പുല്ലൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണേ. പിന്നെ അട്ട, നല്ല അട്ടയും ഉണ്ട് കേട്ടോ. പൊതുവേ നമുക്കിവിടെ അട്ടയുണ്ട്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല അട്ട തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. കാരണം കുറച്ച് മണ്ണൊക്കെ ഉണ്ടെന്ന് കഴുകട്ടെ ആദ്യം. ആൾക്കല്ലേ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നേരെ നമ്മുടെ ആവണിക്കുട്ടീൻ്റെ അടുത്താട്ടോ. കാരണം നമ്മുടെ ആവണിക്കുട്ടീനെ നമ്മളിവിടെ ഇരുത്തിയിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നു. നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഭാവേനെയൊക്കെ താഴെ എടുത്തിട്ടുണ്ട് അല്ലേ? അതെന്തേ? അതിന് വേണ്ടേ?
ചക്കരുമ്മ ഇവിടെ കയറി ഇരുന്നോട്ടോ. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകി നമുക്ക് തോരനൊക്കെ ഒന്ന് വയ്ക്കാം. ഇങ്ങനെ നമ്മുടെ വാഴക്കായൊക്കെ നമ്മളിതാ കഴുകി എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ കൊടുന്നേന്ന്. കത്തിത്തരാം. നമ്മുടെ ആവണിക്കുട്ടി എന്തായാലും ഇവിടെ നല്ല ബഹളത്തിലാണ്. വേറെ നല്ല കത്തിതാന്ന് പറഞ്ഞാൽ കത്തി കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നല്ല കരച്ചിലാട്ടോ. അപ്പോൾ ഒരു വിധത്തിലൊക്കെ അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ഇതാ ആളാണെങ്കിൽ സോഫയിൽ പോയി ഇരിക്കുന്നുമില്ല, ഞാനായിട്ട് എടുക്കുകയും വേണ്ട, അങ്ങനെ നിന്ന് കരയും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്നൊന്ന് അരിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞാണേ. അപ്പോൾ അത് നമ്മൾ അരിയുന്നൊരു ടൈമിൽ ആ ഒരു തോലുണ്ടല്ലോ, അപ്പോൾ നല്ല കട്ടിയുള്ള ഭാഗങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് കളഞ്ഞാൽ മതി. ഫുള്ളായിട്ട് തോല് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ പയറിൻ്റെ കൂടി ഇട്ടിട്ട് വെക്കുന്നതല്ലേ, അപ്പോൾ ആ ഒരു തോലോടുകൂടി ഒരുപാട് മൂത്ത വാഴയ്ക്കല്ലല്ലോ, എന്നാൽ തീരെ പിഞ്ചുമല്ലോ. അതുകൊണ്ട് തന്നെ തോലും കൂടി, അതായത് കട്ടിയുള്ള തോല് കളഞ്ഞിട്ട് ആ ഒരു ബാക്കി കുറച്ചുണ്ടാവുമല്ലോ, അതോടുകൂടി വെക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ ഇതാ ഞാൻ തോലൊക്കെ കളഞ്ഞതിന് ശേഷം 4ആയിട്ട് കീറിയിരിക്കും കേട്ടോ. എന്നിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പയറിൻ്റെ കൂടെ ഇട്ട് വെക്കുന്നതുകൊണ്ട് പയറിന് ഒരുപാട് വേവൊന്നുമില്ല, അപ്പോൾ പയറൊക്കെ പെട്ടെന്ന് വേണ്ടല്ലോ. അപ്പോൾ കായും ആ ഒരു വേവിനനുസരിച്ച് ഒരുപാട് വലുപ്പത്തിലായി കഴിഞ്ഞാൽ വേവാൻ താമസമാകും. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതാ നമ്മുടെ പയറും കായൊക്കെ നമ്മൾ പൊട്ടിച്ച് അരികളും എല്ലാം കഴിഞ്ഞു. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പറ്റിയതിന് ശേഷം പിന്നെ കടുക് കളിച്ച് ഒഴിക്കുവാട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സാധാരണ പോലെ ഏതൊരു തോരൻ വയ്ക്കുകയാണെങ്കിൽ സവോളയും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ഇടല്ലോ. അപ്പോൾ അത് ഇതിലിടാൻ വേണ്ടി മറക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ വിട്ടുപോയി എന്നുള്ളപ്പോൾ നമുക്ക് കടുക് ആദ്യം താളിച്ചതിന് ശേഷം പിന്നെ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കും ചെയ്യട്ടെ. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള ഒന്ന് പൊളിച്ച് ചെറുതായിട്ടൊന്ന് അരിയാനുണ്ട്. അപ്പോൾ അതാട്ടപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സവോള അരിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരും കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. അപ്പോൾ എനിക്ക് അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറുള്ളിയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. സവോള അരിയുന്നതിനെക്കാട്ടിലും മെനക്കേണ്ട ഒരു പരിപാടി നമുക്ക് ചെറുള്ളി അരിയുമ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് ചെറിയതായിട്ട് കുനുകുനാന്ന് അരിയാന്നല്ലോ. അപ്പോൾ അത്രയും നന്നായിട്ട് എത്രത്തോളം ചെറിയതായിട്ട് അരിയുന്ന അത്രയും നല്ലതാട്ടോ കേട്ടോ. അതൊക്കെ അരിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അത് സവോളയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. സവോളയും പച്ചമുളകൊക്കെ ഇനി നമുക്ക് തോരൻ വെക്കാനുള്ള സംഭവമൊക്കെ സെറ്റായിട്ടുണ്ടല്ലോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് നമ്മൾ മോര് കറി ആട്ടോ വെക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ എടുത്ത് നമ്മുടെ ആവണിക്കൂട്ടി കുറേ നേരം കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വിധത്തിൽ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കുമ്പളങ്ങ നമുക്ക് സാധാരണ ഒരു കുമ്പളങ്ങ പോലെ എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് മുറിച്ചായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ടൈം എടുത്തു ഗൈസ് ഈ ഒരു കുമ്പളങ്ങ മുറിക്കാൻ വേണ്ടി. എൻ്റെ മൂപ്പ് കൂടിയിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. കല്ല് പോലെയായിരുന്നു കേട്ടോ ഒരു മേൽഭാഗം. അപ്പോൾ കത്തിയൊന്നും വെച്ചിട്ട് അങ്ങ് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വേറെ ഒരു കത്തി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ എല്ലാം സെയിം അവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നല്ല ഹാർഡായിട്ടായിരുന്നു ഒരു തോലയ്ക്കായാലൊക്കെ നല്ല കട്ടി. എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു മൂപ്പ് കൂടിയതിൻ്റെ ആണെന്നാണ് തോന്നുന്നത്, അറിയില്ല. എന്തായാലും ഞാൻ ഇതുപോലൊരു കുമ്പളങ്ങ ഈ അടുത്തൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. കാരണം അതൊന്നും മുറിക്കാൻ തന്നെ ഒരു വിധത്തിലാണ് ഞാൻ ഒന്ന് മുറിച്ചെടുത്തത്. പിന്നെ തോല് കളയാന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ ടാസ്ക് തന്നെയായിരുന്നു. കാരണം തോലായാലും നമുക്ക് നമ്മുടെ ആ ഒരു കത്തിക്കൊന്നും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വാക്കത്തി എടുത്താലൊന്നും നേരെ തോന്നിയിട്ട്, കാരണം അത്രയും കട്ടിക്കാനിരുന്നത്. പിന്നെ ഞാൻ ഇതിപ്പോൾ കുറച്ച് സ്പീഡാക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എന്ത് എളുപ്പമാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും. എന്തായാലും ഒരു വിധത്തിലൊക്കെ ഇതിനകത്ത് മുറിച്ചെടുത്തു കേട്ടോ. അവസാനം തോരൻ വെക്കാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ തോരൻ വെക്കാതെ അതിന് മുന്നേ കുമ്പളങ്ങ മുറിക്കാൻ വന്നത് എന്തായാലും നന്നായിട്ട്. കാരണം കുറച്ച് ടൈം എടുത്തോട്ട് ഈ ഒരു കുമ്പളങ്ങ മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കത് ചെറിയ പീസുകളൊക്കെ ആക്കിയതിന് ശേഷം ഇനി കുക്കറിൽ വെച്ചിട്ടൊന്ന് ഒരു വിസിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ കുമ്പളങ്ങ ആവുമല്ലോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് അങ്ങനെ ഓരോരോ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിനി തോരൻ വെക്കണം. കാരണം തോരൻ വെക്കാനുള്ളതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമില്ല. ഇപ്പോൾ പുറത്തടുപ്പിൽ ഞാൻ അരിയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് പോയി നോക്കിയായിരുന്നു, തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചോറ് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ചോറ് വേവുന്ന ആ ഒരു സമയം കൊണ്ടാണ് നമുക്ക് കറികളെല്ലാം വെക്കണം. അതേപോലെ തന്നെ അടിക്കലും തുടക്കലും പിന്നെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ആയാലും എല്ലാ പരിപാടി അതിൻ്റെ ഇടയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആവണിക്കുട്ടീനെ ഒന്ന് കുളിപ്പിക്കണം. അപ്പോൾ ആൾക്ക് വെള്ളം വെക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ചോറ് വാർത്തതിന് ശേഷം എന്തായാലും ആ അടുപ്പ് ഫ്രീ ആവുമല്ലോ. അപ്പോൾ പുറത്തുതന്നെ അടുപ്പിൽ വെള്ളം വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് കുമ്പളങ്ങ ഇതൊക്കെ കയ്യിൽ നിന്ന് തെന്നി പോയിട്ടോ. കുമ്പളങ്ങയുടെ തോലൊക്കെ തന്നെ നമ്മൾ നന്നായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂത്ത കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സീഡ് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമുക്ക് എന്തായാലും സീഡൊന്ന് മാറ്റി വെക്കാം കേട്ടോ. കുറച്ചധികം സീഡ് ഉണ്ട് ഇതിനിതിൽ. അപ്പോൾ നമുക്ക് അതൊന്ന് പാകി നോക്കിയോ. കുമ്പളങ്ങ ഞാനിതാ തോലൊക്കെ കളഞ്ഞതാ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കേണ്ടത്. എന്തായാലും അതിന് മുന്നായിട്ട് നമുക്ക് തോരൻ വെക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്കിനി കുമ്പളങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയൊക്കെ ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കട്ടെ. ചട്ടി ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ കായും അതുപോലെ തന്നെ പയറുണ്ടല്ലോ അപ്പോൾ അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായപ്പോൾ ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എണ്ണ നമുക്ക് ഇനി ആ ഒരു തൂക്കുപാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാനുണ്ട്. അപ്പോൾ എണ്ണ ഞാനിപ്പോൾ കുപ്പിയിൽ ഒഴിക്കൽ ഇപ്പോൾ കുറേ ആയിട്ട് നിർത്തിയിരിക്കും കേട്ടോ. കാരണം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു പാത്രത്തിലാട്ടോ ഒഴിച്ച് വയ്ക്കാറ്. അതുകൊണ്ട് നമുക്ക് ഇനി എത്ര തണുപ്പാലും ഇനിയിപ്പോൾ കട്ട പിടിച്ചാലും നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരിയാണെങ്കിലും എടുക്കാമല്ലോ. അങ്ങനത്തെ എണ്ണയും ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല കടിയെല്ലാം ചടപടേന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ കുത്തി അരിഞ്ഞ് നമ്മൾ ചെറിയതായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ സവോളയും അതേപോലെ തന്നെ പച്ചമുളകും അതായത് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ള കായും പയറൊന്നിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ ചെറിയ രീതിയിൽ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതാകുമ്പോഴാണ് നമ്മൾ ആ ഒരു കായും പയറിട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. ഇങ്ങനെ എന്താണ് ഇനി തോരന് ഇവിടെ ഇരുന്നാവട്ടെ. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നമ്മൾ നേരത്തെ തോല് കളഞ്ഞ് വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അതിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാണ്ടല്ലോ നമ്മുടെ മോരുകറിയുടെ ആ ഒരു പാകത്തിന് വലുപ്പത്തിൽ. അപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ആവണിക്കുട്ടിയുടെ നേരത്തെ ആ ഒരു കത്തിക്ക് വേണ്ടിയുള്ള കരച്ചിലൊക്കെ മറ്റേ ആളൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ഉള്ളിലിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഒരുപാട് വലുപ്പമില്ല എന്നാൽ തീരെ കുഞ്ഞുമല്ല ആ രീതിയിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ കുമ്പളങ്ങ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ മോരുകറിയിലേക്ക്. ഈ ഒരു കുമ്പളങ്ങയ്ക്ക് വരെ നല്ല മൂത്ത നേന്ത്രവാഴയ്ക്ക് ഇട്ടിട്ട് വെച്ചാൽ നമ്മുടെ മോരുകറി അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും വയ്ക്കാറുണ്ട്. അതേപോലെ നമ്മുടെ മോരുകറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കിടിലൻ കറി തന്നെ കേട്ടോ മോരുകറിയൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കയറി കണ്ടോക്കണം. ശരിക്കും ഒരു മോരുകറിയുടെ കൂടെ ഒരു ഉണക്കമീനോട് ഉണ്ടെങ്കിൽ പിന്നെ അന്ന് വേറെ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ചോറിനാൻ വേണ്ടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഞാനിതാ ഈ ഒരു രീതിയിലാട്ടോ നമ്മുടെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നീട് ഇതാ കുക്കറിലേക്ക് ഇട്ടിരിക്കുവാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിനുള്ള മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ 2 പച്ചമുളക് കൂടി കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്കിനേ മോരുകറിയിലേക്ക് തേങ്ങ ഉള്ളോ ഞാനിട്ടാ നമ്മുടെ തേങ്ങ പൊതിച്ചൊക്കെ തീർന്നു കേട്ടോ. നമുക്ക് തേങ്ങ ഒന്ന് പൊതിച്ചെടുക്കാം. നല്ല ഉണങ്ങിയ തേങ്ങയാണിത്. ചിലപ്പോഴൊക്കെ തേങ്ങ ഒന്ന് പൊതിക്കാമെന്ന് കേട്ടോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 പൊതിക്കേണ്ടി വരും. കാരണം ചിലപ്പോൾ പൊതിക്കുന്നത് നല്ല കേടുള്ള തേങ്ങ പൊതിക്കേ. ഇപ്പോൾ കണ്ടിട്ട് നല്ല തേങ്ങ തന്നെയാണെന്ന് തോന്നുന്നത്. ചിലത് കാഴ്ചയിൽ അങ്ങനെയായിരിക്കും നല്ലതാണ് തോന്നുന്നു. പക്ഷെ പൊളിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ചിലപ്പോൾ നല്ലൊന്നും ആയിരിക്കാറില്ല. അങ്ങനെ നമുക്ക് ഒരെണ്ണം മതി ഇടും. ഞാനിപ്പോൾ ഒരെണ്ണം പൊതിക്കുന്നുള്ളൂ. 2-3 ഞാൻ പൊതിച്ച് വെക്കാറില്ല. കാരണം നമുക്ക് മിക്ക ദിവസം പണിക്ക് ആൾക്കാരുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് കൂടി തേങ്ങ പൊതിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ടൈമാണല്ലോ പോകുന്നത്. എന്നാലും ഇപ്പോൾ നമുക്ക് തൽക്കാലത്തിന് ഒരെണ്ണം മതി. ബാക്കി നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ആവശ്യത്തിന് കുറച്ച് നമുക്ക് പൊളിച്ച് വെക്കാം. അപ്പോൾ ഞാനിത് കൊണ്ടുപോയിട്ടൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. നോക്കി നല്ല തണുത്ത കാറ്റ് എന്ന് പറഞ്ഞാൽ രക്ഷയായിട്ട് നല്ല തണുത്ത കാറ്റിനായിട്ട് എപ്പോഴും വീശുമ്പോൾ പൊതുവെ കാറ്റ് കാലമാണതുകൊണ്ട് ഇനി നമുക്ക് കാറ്റ് തന്നെ ആയിരിക്കും. എന്തായാലും നോക്കി പോയിട്ട് തേങ്ങ പൊട്ടിച്ചെടുക്കാം. നല്ല മധുരമുള്ള തേങ്ങ വെള്ളമാണ്. കുറേ ദിവസമായിട്ടോ നമ്മൾ തേങ്ങ പൊടിച്ചിട്ട് ഇത്രയും മധുരമുള്ളൊരു തേങ്ങ വെള്ളം കിട്ടുന്നത്. ആവണിക്കുട്ടിക്ക് കുറച്ച് കൊടുത്ത് നോക്കാം. തോന്നിയാ കുടിക്കും കേട്ടോ. എപ്പോഴൊന്നും കുടിക്കാറില്ല അത്. തേങ്ങ നല്ല തേങ്ങയാണ്. അപ്പം നല്ല വലിപ്പമുള്ള തേങ്ങയാണ്. നമുക്ക് ചൊരുവാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചൊരുവാൻ കൂടി പറ്റും കേട്ടോ. അതിന് നമുക്ക് ചൊരുവാം. ഒരു മുറി ഫുൾ വേണ്ടി വരും കേട്ടോ. നമുക്ക് ഒരു മുറിയിൽ ചിലപ്പോൾ ഒരു തേങ്ങയും വേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. നോക്കാം എന്തായാലും ഞാൻ എന്താ ആദ്യം ഒരു മുറി ചൊരവിട്ട് എത്രത്തോളം തേങ്ങയുണ്ട് നോക്കട്ടെ. അതിനനുസരിച്ച് നമുക്ക് തേങ്ങ തികയില്ലെങ്കിൽ ബാക്കി തേങ്ങ കൂടി എടുത്തിട്ട് ചൊരവും. എന്നാലും ഞാൻ ചൊരവട്ടെ വരുന്നത് നമ്മളത് ചൊരവിട്ടെടുക്കാം. തേങ്ങ വേണോ ഭാവിക്ക്? വേണ്ടേ? ഉമ്പ് തരാം. ഉമ്പ് വേണോ വേണ്ടേ? നമ്മുടെ ആവണിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ വെള്ളം കുടിക്കുകയാണ് ഞങ്ങൾ. സൂപ്പറാണോ ഭാവേ? സൂപ്പറിന് ആളഭിപ്രായം പറഞ്ഞിട്ട്. തേങ്ങ വേണോ? അമ്മ തേങ്ങ വേണ്ടോ? തേങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരാൾ രാവിലെ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഡ്രസ്സിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊടുത്ത തേങ്ങ ചവച്ച് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തേങ്ങ വെള്ളം പോലെ തന്നെ തേങ്ങയ്ക്കും നല്ല മധുരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളിയാണല്ലോ.
പിന്നെ ഇത് ആദ്യം ചൊരുകുന്ന തേങ്ങ നമ്മുടെ മോരുകറിയിലേക്കാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചൊരുകിയിട്ടൊന്ന് ഒതുക്കിയെടുക്കാണ്ട്. അത് വേറെ ഒന്നും അല്ല, നമ്മുടെ തോരനിലേക്കാണ്. അപ്പോൾ കുറച്ച് കാന്താരിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മുടെ തോരൻ. കുറച്ച് ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് തേങ്ങ ചിരവട്ടെ. നമ്മുടെ തേങ്ങ ചിരവൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു മുറിയും പിന്നെ ഞാൻ മറ്റേ മുറിയുടെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരപ്പ് സെറ്റാക്കാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു തേങ്ങയും അതേപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. കൂടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് എടുക്കാതെ, ഇനിയിപ്പോൾ കാന്താരി കിട്ടുവാണെങ്കിൽ കാന്താരി എടുത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇന്നലെ പറഞ്ഞു പോയപ്പോൾ കുറച്ച് കാന്താരി കിട്ടിയിട്ടപ്പോൾ ഞാൻ കാന്താരി ആട്ടോ വരുന്നത്. അതുകൊണ്ട് പോവലയുടെ കൊല്ലാത്ത എൻ്റെ വെളുത്തുള്ളിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമാക്കി കൊണ്ടുവരുന്നതാണ് എനിക്ക് തോന്നുന്നത്. തേങ്ങ ഓൾറെഡി ആൾ കൊണ്ടുവരുന്നു കേട്ടോ. വയലൊരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് തോല് കളഞ്ഞെടുക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിസിലൊന്നും ഇത്ര നേരം വന്നിട്ടില്ല. നമ്മുടെ കുമ്പളങ്ങ ഏകദേശം വേവാനായിട്ടുണ്ട്. എന്തായാലും തോരനൊന്ന് ഇളക്കാനുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റാം. നമ്മുടെ വെളുത്തുള്ളി ആവശ്യമുള്ളത് ഇങ്ങനെതാ നന്നാക്കി എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ കൂട്ടിയിട്ട് നമുക്കൊന്ന് അരപ്പ് സെറ്റാക്കാം. ആൺകുട്ടി മായോ അമ്മയ്ക്ക് തരുമോ? മോരുകറിക്കുള്ള അരപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണോ ഈ കാണുന്നതൊക്കെ. അതാ നമ്മൾ ചെരുവി എടുത്തുള്ള തേങ്ങ, അതേപോലെ തന്നെ ഇതാ വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി ആയിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല ജീരകം വരുന്നുള്ളൂ. അപ്പോൾ ഇത് എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരിയാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ കാന്താരി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് കിട്ടാനും കുഴപ്പമൊന്നുമില്ല. ഇതാ നമുക്ക് എന്തായാലും പെട്ടെന്നൊന്ന് പോയിട്ട് നൈസായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. അങ്ങനെ ഗൈസ് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ്, നല്ല മഷിയുടെ ആ ഒരു രൂപത്തിലാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തുള്ളത്. നമുക്ക് നല്ല നൈസാണ്. ഈ രീതിയിൽ വേണ്ട നമ്മളെപ്പോഴും മോരുകറിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല മോരുകറിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയും കറക്റ്റ് ഒരു ടേസ്റ്റ് ഒക്കെ വരുള്ളൂ. എന്തായാലും ആ രീതിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനിടയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് തേങ്ങ കൂടി ചുവട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ നമുക്ക് അടുപ്പിൽ നമ്മൾ സംഭവം സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കായും പയറൊക്കെ കൂടി. അപ്പോൾ കായും പയറൊക്കെ നന്നായിട്ട് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെയും കഴിക്കണം. അതായത് ഇങ്ങനെ ആക്കി നമുക്ക് മെഴുക്കുവരട്ടിയായിട്ടും ആക്കാം. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ കുറച്ചുകൂടി അടിപൊളി ആട്ടപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. അതിൽ കുറച്ച് കാന്താരിയും കൂടി ഇട്ടിട്ട് ഇനിയിപ്പോൾ 2-3 പച്ചമുളക് ഇട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ സവോള എടുത്തല്ലോ, സവോളയുടെ കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു 3-4 കാന്താരിയും കൂടി ഇതിലേക്ക് കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളി, എന്താ പറയുക, നമുക്ക് നല്ലൊരു അടിപൊളി തോരുന്നുണ്ട്. എന്തായാലും ഇത് ട്രൈ ചെയ്യാത്തത് എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അതിൻ്റെ ഞാൻ മേളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല ഗൈസ്. കാരണം ഇപ്പം തന്നെ കുറച്ച് പേർക്കെങ്കിലും വായിലിങ്ങനെ വെള്ളം വന്നേയുള്ളൂ. കാരണം അത്രയും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതായത് ഞാൻ ഒതുക്കിയെടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ടൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കായും പയറൊക്കെ നന്നായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ആവി കയറുമ്പോഴത്തേനും നമ്മുടെ തോരൻ റെഡി ആയി കിട്ടും. നമുക്ക് ആ ഒരു സമയം കൊണ്ട് എന്തായാലും കഴുകാനുള്ള കുറച്ച് പാത്രങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാതകം ഉണ്ടല്ലോ, അതായത് സ്ലാബ്, അതൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് പാത്രങ്ങളില്ല കേട്ടോ. കഴുകി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചായിട്ട് കഴുകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കാത്തതുകൊണ്ട് നമുക്കിതാ ഇപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് കഴുകിയെടുക്കും. വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇന്നലെ നമുക്ക് അങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തുറന്നപ്പോഴത്തേനും വെള്ളമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവാറില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നല്ല ഫോഴ്സിൽ വരുന്നുണ്ട്. ഞാൻ കുറച്ച് താഴേക്കും കുറച്ച് ഇങ്ങോട്ടായിട്ടാട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനും കൂടി ഇടും. അതുകൊണ്ട് തന്നെ ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് ആ ഒരു സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് എനേബിൾ ചെയ്യാൻ മറന്നു പോലെ. അങ്ങനെ എന്തായാലും പറഞ്ഞു വരുന്നത് നമ്മുടെ പാത്രങ്ങളുടെ പരിപാടി ഏകദേശം ഫിനിഷിങ്ങിൽ എത്തി തുടങ്ങിയിട്ട് പിന്നെ ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രങ്ങളുടെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞു. അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ കുമ്പളങ്ങയുടെ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല എന്ന പാകത്തിനുള്ള ഒരു വേവ് അങ്ങനെ ആയിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ അരപ്പുണ്ടല്ലോ, അപ്പോൾ അത് അരപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു തേങ്ങയുടെ അരപ്പ് ഇട്ട് നടന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ ഒരു അളവൊക്കെ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. എന്തായാലും ഒരു രക്ഷയില്ലാതെ തീ നന്നായി ഇങ്ങനെ കത്തുന്നതുകൊണ്ട് തന്നെ ചോറ് പാതി വേവായിട്ടുണ്ട്. പക്ഷേ വെള്ളം കുറവാട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ ഫുള്ളായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുറവായിട്ട് ഇങ്ങനെ വെന്ത് കിടക്കുകയാണെങ്കിൽ കട്ടായിട്ടാണുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം.
അതായത് നമ്മുടെ മോരുകറിയുടെ ആ ഒരു കൂട്ടൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫായി കൊടുത്തിരിക്കുകയാണെങ്കിൽ നമുക്കിതാ കേട് നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് നിളയുടെ കേട്ടോ, നിളയുടെ പാക്കറ്റാണ്. പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്തെങ്കിലുമൊക്കെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അതാണ്. അപ്പം ഞാനിവിടെ എപ്പോഴും അടിച്ചെടുത്തിട്ടാണ് മോരുകറി വെക്കാറുള്ളത്. ഈ ഒരു പാക്കറ്റ് ഫുള്ള് ഞാനിപ്പോൾ എടുക്കുന്നത്. മോര് ഒഴിച്ചതിന് ശേഷം നമുക്കിന് ഉപ്പിൻ്റെ അളവൊക്കെ നോക്കേണ്ട, കാരണം മോരിനൊരു പുളിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഉപ്പ് ചിലപ്പോൾ ഇട്ട് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ നേരെ അങ്ങ് അടിച്ചെടുത്ത് നമ്മൾ നേരെ അതിലേക്ക് ഒഴിക്കുകയാണേ. നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കറക്ക് കറക്കുമ്പോഴത്തേനും നമ്മുടെ മോര് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു കട്ടയൊക്കെ പോയിട്ട് സെറ്റായിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി വേണം നമ്മളെപ്പോഴും മോര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ മോരുകറി നമ്മൾ കടുക് തളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ചട്ടിയൊക്കെ ചൂടായി തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയും നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. നമുക്കിനി പച്ചമുളക് കണ്ടോ ഞാൻ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാനുള്ളത്. മുളകിനൊക്കെ ഭയങ്കര വില കേട്ടോ, കൈ വെച്ചിട്ടൊന്നും കാര്യമൊന്നും വരുന്നില്ല. കത്തി എടുത്തിരിക്കുവാണ്. പിരിഞ്ഞ മുളക് അതുകൊണ്ട് തന്നെ പിരിഞ്ഞിരിക്കുന്നുണ്ട്. കടുക് വെച്ചിട്ടെ, കടുകൊക്കെ പൊട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലാണ് നേരത്തെ എടുത്ത് വെച്ചിട്ട് നടന്നു. ഇങ്ങനെ ഇപ്പൊക്കെ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചധികം ഇട്ട് കൊടുക്കണ്ടേ. ഇതതിലേക്ക് ഒരു നുള്ള് മുളക് പൊടിയാണ്. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മോരുകറിക്ക് കറക്റ്റ് ഒരു കളറൊക്കെ നല്ല അടിപൊളി മണാക്കിയിരിക്കും. ഇതിലേക്ക് നമുക്ക് നേരത്തെ സെറ്റാക്കി വെച്ചിട്ട് നമ്മുടെ കറി ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മൺചട്ടി എന്ന് പറയുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കുമല്ലോ കുറച്ച് ടൈം വരെ. അതുകൊണ്ട് പിന്നെ ഈ നമ്മുടെ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഓഫാക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചട്ടിയിലിരുന്നിട്ട് തന്നെ തിളയ്ക്കാൻ ചാൻസ് ഉണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കറി നോക്കിയാൽ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല കളറും ഒക്കെ വന്നിട്ട് നമ്മുടെ മോരുകറി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനെന്തായാലും ഉപ്പും മുഴുവൻ നോക്കട്ടെ. ഞാൻ നേരത്തെ മോര് ഒഴിച്ച സമയത്ത് ഉപ്പ് നോക്കിയായിരുന്നു, അപ്പോൾ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എന്നാലും ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞോട്ട് നമ്മുടെ മോരുകറി സെറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉപ്പൊക്കെ കറക്റ്റാണ് ഗൈസ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മോരുകറി നമ്മുടെ റെഡി ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുക്കള ഒന്നുകൂടി ഒന്ന് ഒതുക്കി സെറ്റാക്കാനുണ്ട്. പിന്നെ അടുക്കൽ തുടക്കില്ല, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് എന്താണെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പോയി നോക്കിയപ്പോൾ വെന്തിട്ടില്ല, പാതി വേവ് ആയിട്ടുള്ള. അപ്പോൾ എന്തായാലും തീ കത്തുണ്ടൊക്കെ പോയി നോക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ കിച്ചണിലെ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സമയമാകുമ്പോഴത്തേനും ഒന്നും റെഡി ആവില്ല. അപ്പോൾ എന്തായാലും ഞാൻ കിച്ചണിലുള്ള വ്ളോഗ് നിർത്തുക. വേറെ ഒന്നല്ല ഗൈസ്, നമുക്ക് കുറേ തിരക്ക് പിടിച്ചൊരു ദിവസമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നാളെ തന്നെ ഇതിൻ്റെ ബാലൻസ് ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.